ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുന്നാളാണ്. അപ്പോൾ രാവിലെ മുതൽ ഒരു വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ എഴുന്നേറ്റപ്പോൾ എപ്പോഴും എണീക്കുന്ന ആ ഒരു ടൈമിൽ എഴുന്നേൽക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയി ഞാൻ എഴുന്നേറ്റപ്പോൾ. പിന്നെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് പിന്നെ അത്ര ടെൻഷൻ ഉണ്ടായില്ലായിരുന്നു. അപ്പം പത്തിരിയും ഇറച്ചിക്കറിയൊക്കെ ആയി വന്നപ്പോഴേക്കും അവർ വേഗം പള്ളിയിലേക്ക് പോയി. അപ്പോഴേക്കും ചിഞ്ചു എഴുന്നേറ്റ്. പിന്നെ ചിഞ്ചുവിനെ കൊണ്ട് ഞാൻ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യിച്ചു. അവൾ വേഗം വീടൊക്കെ അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ടു. അപ്പം പിന്നെ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വേഗം മാറി. പിന്നെ പത്തിരിയുടെ പൊടിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് നാത്തൂനുണ്ടാവും. അവർ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേഗം കുളിച്ച് വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ പെരുന്നാളിനും രാവിലെ കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഉമ്മച്ചീനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, കാരണം ഉമ്മച്ചിയൊന്ന് വന്ന് പണിയെടുത്തതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. ഞാനും ഇത്താത്തായും ഇക്കാക്കായും രാവിലെ കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നേരെ മൂത്താപ്പന്മാരുടെ വീട്ടിലേക്കൊക്കെ പോകുന്ന വഴിക്കൊക്കെ പരിചയമുള്ള വീടുകൾ അവിടെയൊക്കെ കയറും. അപ്പോഴൊന്നും ഉമ്മച്ചി എവിടെയും വരാറില്ല. ആ ഒരു സമയത്ത് ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അന്നൊന്നും അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു ഉമ്മയൊക്കെ ആയി വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ശരിക്കും ഉമ്മച്ചി അന്ന് എന്തൊക്കെ ചെയ്തിരുന്നു എന്നിങ്ങനെ ആലോചിക്കുന്നത്. പെരുന്നാളിൻ്റെ സമയത്ത് ഉമ്മച്ചി ഇങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ പുറത്തേക്കൊന്നും പോകില്ലല്ലോ. അതൊക്കെ ഇപ്പോഴാണ്. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ ഒരു അവസരത്തിൽ ഉമ്മച്ചീനെയൊക്കെയാണ് ഓർക്കുന്നത് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കെപ്പോഴും നല്ല ദം ബിരിയാണി പോലെ കുഴഞ്ഞിരിക്കുന്ന ബിരിയാണിയൊക്കെയാണ് എനിക്കിഷ്ടം. എനിക്കിങ്ങനെ സെപ്പറേറ്റ് ബിരിയാണി റൈസും ബീഫും ഒന്നും അങ്ങനെ വേറെ വേറെ വെക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോഴേക്കും നാത്തൂൻ വന്നു. പിന്നെ ചിഞ്ചു ഒന്ന് എല്ലാവരെയും കാണാനായിട്ട് പോഞ്ഞശ്ശേരിക്കൊക്കെ പോയിട്ട് ചിഞ്ചും തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ സിറ്റ് ഔട്ടിലിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും അനിയനും അനിയത്തിയും കൂടി ഇങ്ങോട്ട് വന്നു. പിള്ളേരുണ്ടായിരുന്നില്ല, അവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഫോൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ വന്ന സംഭവങ്ങളൊക്കെ അപ്പം തന്നെ എനിക്ക് വീഡിയോയിൽ പിടിക്കാനായിട്ടൊക്കെ പറ്റി. അങ്ങനെ അവർ വന്നിട്ട് കുറേ സമയം ഇരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് അവരെല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് വന്നത്. എപ്പോഴും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും, പോഞ്ഞശ്ശേരിക്ക് പോകും. എല്ലാവരുമായിട്ട് കണ്ട് എല്ലാവരുടെയും വീട്ടിലൊക്കെ കയറി അങ്ങനെയൊക്കെയാണ് ഇവിടെ പെരുന്നാളിന്. അങ്ങനെ ഇവരുമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ വർത്തമാനങ്ങളൊക്കെ കേൾക്കാനായിട്ടൊക്കെ നല്ല രസമാണ് കേട്ടോ. അവർ കുറേ പഴയ സംഭവങ്ങളും പണ്ടത്തെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയും, കുറേ തമാശയൊക്കെ പറയും. നല്ല രസമാണ് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ കൂടെ ഇരിക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് ഫുഡ് എടുത്തപ്പോൾ ഫൗസി വന്നിട്ട് കുറച്ച് ബിരിയാണിയൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. പിന്നെ കുറേ നേരം പുറത്ത് നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം സംസാരിച്ച് അങ്ങനെ അവരൊരു 1 മണിയൊക്കെ ആയപ്പോഴേക്കും പോകാനായിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ സഞ്ജു അവിടെ പോത്തിനെ അറക്കുന്ന സ്ഥലത്തൊക്കെ നല്ല പണിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അവൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാനും മിക്കായും നാത്തൂനും കൂടി ഫുഡൊക്കെ കഴിച്ചു. ദോഷം പറയരുതല്ലോ, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നല്ല ബിരിയാണി ആയിരുന്നു, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ സഞ്ജുയുടെ കൂടെ പോയത്, ഇക്കാക്ക് വേറെ എന്തൊക്കെയോ ആരെയൊക്കെയോ കാണാനുള്ളത് കൊണ്ട് ഞങ്ങൾ സഞ്ജുയുടെ കൂടെ തന്നെ പോയി. ആദ്യം നമ്മൾ അനിയൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ കയറി കുറച്ച് സമയം ഇരുന്നതിന് ശേഷമാണ് പിന്നെ മാമന്മാരുടെയൊക്കെ പോകുന്നത്. ഇപ്പം മാമന്മാരെന്ന് പറയാനായിട്ട് പണ്ടൊക്കെ നല്ല രസമായിരുന്നു ഇവിടെ പെരുന്നാൾ വരുമ്പോൾ. ഞാനെപ്പോഴും പിള്ളേരോട് പറയുന്നത് ഇതൊക്കെ എന്ത് പെരുന്നാൾ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെയാണ് പെരുന്നാൾ, അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ ശരിക്കും ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സ് വരാറുണ്ട്. കാരണം അന്ന് മൈലാഞ്ചിയുടെ കോണുകളും കാര്യങ്ങളും ഇല്ല. നമ്മൾ പോയി മൈലാഞ്ചിയൊക്കെ പറിച്ചിട്ട് ഉമ്മച്ചി അരച്ച് തരും, അങ്ങനെ ചിലപ്പോൾ ഉമ്മച്ചി ഇട്ട് തരും, അങ്ങനെയൊക്കെ മൈലാഞ്ചി ഇടും. പിന്നെ വളകളും മാലകളൊക്കെ വാങ്ങിക്കാനായിട്ട് വാഴക്കാലയിൽ ഒരു കടയുണ്ട്, സ്വപ്ന ലേഡീസ് ടോയ്സ്. അവിടെ പോയിട്ട് ഞങ്ങൾ ഡ്രസ്സിനനുസരിച്ചുള്ള വളയും മാലയും അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ വാങ്ങിക്കും. പിന്നെ ഇങ്ങനെ നടക്കും. അതൊക്കെ ഒരു രസമായിരുന്നു. അപ്പോൾ ഇതിൽ ആദ്യം കാണിച്ച വീട് ഞങ്ങൾ കൊടുത്ത വീടാണ് കേട്ടോ, പിന്നെ മാമന്മാരുടെ വീട്.
പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഫൗസി വേഗം പേരക്ക ജ്യൂസൊക്കെ അടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ നമ്മുടെ പൂച്ചയാണ്, അവൻ്റെ പേര് എന്തായിരുന്നു, എമി എന്നാണ് അവർ വിളിക്കുന്നത്. ഫുൾ പേര് എമറാൾഡ് എന്ന് ആണ് അവൻ്റെ പേര്. അങ്ങനെ ചിഞ്ചു കുറച്ച് നേരം അവനെയൊക്കെ കളിപ്പിച്ചു. ഞങ്ങൾ പിന്നെ നേരെ മാമാടെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ ഉമ്മച്ചിയുടെ രണ്ടാമത്തെ ആങ്ങളയുടെ വീടാണ്. ബാക്കി മൂത്ത മാമാടെ ഫാമിലി മൊത്തം ദുബായിലാണ്. രണ്ടാമത്തെ മാമായും അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറ്റിയതുകൊണ്ട് ഇപ്പോൾ ഇവർ മാത്രമാണ് ഉള്ളൂ. അപ്പോൾ പണ്ടൊക്കെ ഇവിടെ നല്ല രസമാണ്. പെരുന്നാളൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ ഞങ്ങൾ ഒരുപാട് പെൺപിള്ളേരുണ്ട്. മരുമക്കളായിട്ട് ഞാനും ഫൗസിയും പിന്നെ അമീന, മുസ്ഫിറ, അങ്ങനെ 3-4 പേരുള്ളൂ. ഇവിടുത്തെ പെൺപിള്ളേർ കുറേ പേരുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി രസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു രസമൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ആലോചിക്കുമോ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ ഇക്കടത്ത് പറയായിരുന്നു എല്ലാവരും വേണമായിരുന്നു. വല്യമ്മായി, മറ്റേ മൂന്നാമത്തെ മാമാടെ അമ്മായി, അങ്ങനെ എല്ലാവരും വേണമായിരുന്നു. അതൊക്കെ ആയിരുന്നു രസം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഉമ്മച്ചിയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. ഇതാണ് ഉമ്മച്ചിയുടെ അനിയത്തി. ഇതിനു മുമ്പുള്ള എൻ്റെ പെരുന്നാൾ വ്ലോഗിലൊക്കെ ഉമ്മച്ചിയുടെ അനിയത്തിയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അതിലൊരു മോള് അവൾ ഹജ്ജിന് പോയേക്കാണ്, എത്തിയിട്ടില്ല. ബാക്കി 2 പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂത്ത മോള് ഷാനി. ഇവളൊക്കെ എൻ്റെ പല വ്ലോഗിലും ഷോർട്സിലും ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്നാമ്മ അവിടെ ചായയും പിന്നെ നമ്മുടെ കുഞ്ഞുകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഉമ്മച്ചിയുടെ ഒരു ഇത്താത്തയുണ്ട്, മൂത്തുമ്മാനെ കാണാൻ വേണ്ടിയിട്ട് അതിലൂടെ അതിൻ്റെ പുറകുവശത്ത് കൂടെ കുറച്ചൊരു 10-20 മീറ്റർ നടക്കുമ്പോഴാണ് മൂത്തുമ്മയുടെ വീട്. എല്ലാവരും അടുത്തടുത്തൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി മൂത്തുമ്മാനെയൊക്കെ കണ്ടു. കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു വാവയുണ്ട്, മൂത്തുമ്മയുടെ പേരക്കുട്ടിയുടെ മോനൊരു കുഞ്ഞു വാവയുണ്ട്. അപ്പോൾ അവളെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഗസാപ്പിനെ മിസ് ചെയ്തു. ശരിക്കും ഗസാപ്പിയുടെ ആ ഒരു ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പെട്ടെന്ന് ഗസാപ്പിനെ കാണാനായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നോളൂ. അപ്പോൾ ഇത് മൂത്തുമ്മയുടെ വേറൊരു പേരക്കുട്ടിയാണ്, അലി എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവരുടെ വീട്ടിലും ജസ്റ്റ് പുറത്തുനിന്നൊന്ന് വർത്താനം പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഷാനി എനിക്ക് അവളുടെ അനിയത്തി ഉണ്ടാക്കിയ കേക്ക് വായിൽ വെച്ച് തന്നതാണ് ഗൈസ്. എന്നിട്ട് തിരിച്ചു പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പം എല്ലാവർക്കും പോകാനൊക്കെ സമയം. അപ്പോൾ എന്നെ അനിയൻ കൊണ്ടുവന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലാക്കി തന്നപ്പോഴേക്കും കുറച്ച് ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും അത് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എല്ലാവരും കൂടിയിട്ട് നല്ല ഹാപ്പിയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബീഫ് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബീഫ് ഫ്രൈയും പിന്നെ റോസ്റ്റും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി. അങ്ങനെ ഇപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ ആയി. രാത്രി ഫുഡ് വന്നതിൽ കണ്ടാലും ഓക്കെ 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 എന്നാ പറഞ്ഞോ. അപ്പോൾ എൻ്റെ ഈ ഒരു പെരുന്നാളിൻ്റെ വ്ലോഗ് ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യും ഷെയർ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനൽ ഒന്നുകൂടെ വളരുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ, ബൈ.